പ്രിയമുള്ളവരെ, സംഘികളുടെ മെഷിഹായും സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവിയും ജനണ്ടിയുടെ രോമാഞ്ചവുമായ ആരിഫ് ഹുസൈൻ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ലണ്ടനിൽ വെച്ച് നടന്നൊരു സംവാദ വേദിയിൽ പരാജയപ്പെട്ട് വിഷണ്ണനായി മുഖം താഴ്ത്തി നിൽക്കുന്ന വീഡിയോ നമ്മൾ പലരും കണ്ടിട്ടുണ്ടാകും. പലരും അതുമായി ബന്ധപ്പെട്ട റിയാക്ഷൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരം റിയാക്ഷൻ വീഡിയോകൾ ചെയ്തവരുടെയൊക്കെയും വീഡിയോകൾക്ക് പിന്നിൽ വന്ന് കമൻ്റായിട്ട് ആരിഫ് ഹുസൈൻ്റെ ഭക്തർ തെറി വിളിക്കുന്നുണ്ട്. ആരിഫ് ഹുസൈൻ ആ സംവാദത്തിൽ പരാജയപ്പെട്ടു എന്ന് വ്യക്തമാണ്. കാഴ്ചയുള്ള വിവേകമുള്ള ആർക്കും ആരിഫ് ഹുസൈൻ പരാജയപ്പെട്ട് വിഷണ്ണനായി വിഷമവദനായി അവിടെ നിൽക്കുന്ന ചിത്രം വ്യക്തമാണ്. കാരണം ആ സംഭവത്തിൽ ആരിഫ് ഹുസൈൻ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കപ്പെടാൻ ആരിഫ് ഹുസൈന് കഴിഞ്ഞിട്ടില്ല എന്നത് വ്യക്തമാണ്. അല്പം ബുദ്ധിയുള്ള ആർക്കും അത് മനസ്സിലാകും. പക്ഷേ കേരളത്തിലെ ചില ആളുകൾക്ക് ആരിഫ് ഹുസൈൻ്റെ വലിയ ഭക്തന്മാർക്ക് അത് മനസ്സിലായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മെഴികൾ തുടങ്ങുന്നു. പക്ഷേ വ്യക്തമാണ്, ആരിഫ് ഹുസൈൻ അവിടെ നിന്ന് മുങ്ങിയിട്ട് വ്യാഴാഴ്ചയോ മറ്റോ വീണ്ടും ആ സംവാദ വേദിയിൽ പങ്കെടുക്കാമെന്നാണ് പറഞ്ഞത്. തെളിവുകളുമായിട്ട് വരാമെന്ന്. പക്ഷേ ഇനിയും ആരിഫ് ഹുസൈൻ ആ വേദിയിൽ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട ചില വീഡിയോകളൊക്കെ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ വ്യക്തമാകുന്നത്. ആരിഫ് ഹുസൈൻ്റെ ആരോപണം എന്ന് പറയുന്നത് ഖുറാനിലും ഹദീസിലും സ്വന്തം ചോരയിൽ പിറന്ന കുട്ടിയെ വിവാഹം കഴിക്കുവാൻ അനുവദിക്കുന്നു എന്ന ആയത്തുണ്ടെന്നാണ്. ആ വേദിയിൽ മതത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് സംസാരിച്ച അദിനാൻ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ തെളിവുകൾ വല്ലതുമുണ്ടെങ്കിൽ ഹാജരാക്കുവാൻ ആരിഫ് ഹുസൈനോട് ആവശ്യപ്പെടുന്നു. ആരിഫ് ഹുസൈന് അനുവദിക്കപ്പെട്ട 2 മിനിറ്റ് കഴിയുന്നു, പിന്നീട് 5 മിനിറ്റ് കഴിയുന്നു, 10 മിനിറ്റ് കഴിയുന്നു, 15 മിനിറ്റ് കഴിയുന്നു. ആരിഫ് ഹുസൈൻ സകലമാന സൈറ്റുകളിലും പോയി നോക്കുന്നു, ഖുറാനിൽ അങ്ങനെ ഒരു പരാമർശമുണ്ടോ എന്ന് ചാറ്റ് GPT ചോദിക്കുന്നു, ഗൂഗിളിനോട് ചോദിക്കുന്നു, ജെമിനിയോട് ചോദിക്കുന്നു. അവസാനം അങ്ങനെ ഒരു വാക്യം ഖുറാനിലോ ഹദീസിലോ ഇല്ല എന്ന് വ്യക്തമാകുന്നു. ആരിഫ് ഹുസൈൻ തൻ്റെ ആരോപണങ്ങൾ തെറ്റായിരുന്നു എന്ന് തെളിയിച്ച് വിഷണ്ണന വിധനായി നിൽക്കുന്ന ചിത്രമാണ് അവിടെ കാണുന്നത്. അതിനു മുമ്പ് ആരിഫ് ഹുസൈൻ ഒരു ന്യായീകരണം കൂടി നടത്തുന്നുണ്ട്. താൻ റോമിങ്ങിലാണ്, കാരണം ഇപ്പോൾ ഇന്ത്യ വിട്ട് ഇംഗ്ലണ്ടിലാണ്. അതുകൊണ്ട് തൻ്റെ നെറ്റ് കിട്ടുന്നില്ല, അതുകൊണ്ട് ബഫറിംഗ് ഉണ്ട്, അതുകൊണ്ട് സെർച്ച് ചെയ്ത് റിസൾട്ട് കിട്ടാൻ ലേറ്റ് ആയതുകൊണ്ടാണ് തൻ്റെ വാദഗതി ശരിയാണ് എന്ന് അവതരിപ്പിക്കുവാൻ കഴിയാത്തതെന്ന് ആരിഫ് ഹുസൈൻ വാദിക്കുമ്പോൾ ആ വേദിയിലുണ്ടായിരുന്ന ആളുകൾ പറയുന്നത് തങ്ങളുടെ കയ്യിൽ ഡാറ്റയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം ഇവിടുന്ന് സെർച്ച് ചെയ്ത് നിങ്ങളുടെ ആരോപണങ്ങൾ ശരിയാണോ എന്ന് തെളിയിക്കാനുള്ള സമയമുണ്ട്, അത് കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന്. പക്ഷേ ആരിഫ് ഹുസൈൻ അതിന് കഴിയുന്നില്ല. ആരിഫ് ഹുസൈൻ അവിടെ നിന്ന് എക്സ്കേപ്പ് ആകുന്നു. അതാണ് ആ വീഡിയോയുടെ ഏറ്റവും വലിയ പരമാർത്ഥം. പക്ഷേ ആ പരാജയം സംവദിക്കുവാൻ ആരിഫ് ഹുസൈൻ്റെ ഭക്തന്മാർക്ക് കഴിയുന്നില്ല എന്നതാണ് ഇപ്പോഴുള്ള ഏറ്റവും വലിയ ഒരു കാര്യം. ഇപ്പോൾ പറയുന്നത് ആരിഫ് ഹുസൈൻ പറഞ്ഞത് ഈ അവിഹിത ബന്ധത്തിൽപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിക്കുവാൻ അനുവദിച്ചുകൊണ്ടുള്ള ചില ഹദീസുകളുണ്ടെന്നാണ്. അങ്ങനെ ഒരു ഹദീസുമില്ല. ഏതോ മലയാളി എഴുതിയ ഏതോ ബുക്കാണ് അത് അവലംബമാക്കുന്നത്. ആ ബുക്കുകളെ പറ്റി ഗൾഫിലോ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിലോ മറ്റു ഇസ്ലാമിക രാജ്യങ്ങളിലോ ഉള്ള ആർക്കും ഒരു വിവരവുമില്ല. ഏതോ ഒരു മലബാർ എഴുതിയ ഒരു ബുക്കാണ്. ആ ബുക്ക് ഹദീസുമല്ല, അത് ഖുർആനുമല്ല. പല ഗ്രന്ഥങ്ങളെപ്പറ്റിയും പല വിവക്ഷകളുണ്ടാകും. അതിലൊരു വിവക്ഷ മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകൾ, അത് മതത്തിനുള്ളിൽ വിമർശനങ്ങൾ ഉണ്ടാകാം, അത് സ്വാഭാവികമാണ്. ഓരോരുത്തരും അവരുടെ പഠനങ്ങളുടെയും അവലോകനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഓരോ വീക്ഷണങ്ങളിൽ എത്തിച്ചേരും. ചിലർ ഇസ്ലാം മത വിശ്വാസികളാകും, ചിലർ ഹൈന്ദവ വിശ്വാസികളാകും, ചിലർ ക്രൈസ്തവ വിശ്വാസികളാകും, ചിലർ വിശ്വാസമൊന്നുമില്ലാത്തവരാകും. അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകൾ എതിർക്കപ്പെടേണ്ടത് അത്തരം പ്രചരണങ്ങൾക്കൊപ്പം തന്നെ വിദ്വേഷവും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ്. ആരിഫ് ഹുസൈൻ്റെ ഇക്കാര്യം, ഈ ആരോപണങ്ങൾക്ക് മുമ്പ് ആരിഫ് ഹുസൈൻ ഉന്നയിച്ച ഒരു ആരോപണമുണ്ടായിരുന്നു. കേരളത്തിലെ പ്രമുഖമായൊരു പള്ളിയിൽ ഭീകരവാദി ഒസാമ ബിൻ ലാദനു വേണ്ടി മയ്യത്ത് നിസ്കാരം നടത്തി എന്നതുമായി ബന്ധപ്പെട്ടാണ്. ആരിഫ് ഹുസൈൻ പറയുന്നു, അത് ഒരു ചാനൽ കാണിക്കുന്നു. പക്ഷേ ആരിഫ് ഹുസൈൻ ഏത് പള്ളിയാണ്, ഏത് ഇമാമാണ് അതിന് നേതൃത്വം കൊടുത്തത് എന്നൊന്നും വ്യക്തമാക്കുന്നില്ല. രാജ്യത്തോട് സ്നേഹമുള്ള ഒരാളായിരുന്നുവെങ്കിൽ ആരിഫ് ഹുസൈൻ അങ്ങനെ ഏത് പള്ളിയിലാണ്, ഏത് ഇമാമാണ് അതിന് നേതൃത്വം കൊടുത്തത് എന്നൊക്കെ പറയണമായിരുന്നു. പക്ഷേ ആരിഫ് ഹുസൈൻ്റെ കയ്യിൽ തെളിവുകളില്ല. ആരിഫ് ഹുസൈൻ ആ ആരോപണം വ്യാജമായി ഉന്നയിക്കുന്നതാണ്. കാരണം സമൂഹത്തിൽ സ്പർദ്ധതയുണ്ടാക്കി 2-3 സീറ്റുകൾ നേടുവാൻ ശ്രമിക്കുന്ന ചില ആൾക്കൊക്കെ തൻ്റെ ഈ വാദം ഒരു ഉപകാരമാകുക, പിന്നെ അതിന് ഫലമായി കിട്ടുന്ന അല്ലറ ചില നക്കാപ്പിച്ചകൾ വാങ്ങിക്കുക എന്നതിനപ്പുറം ആ ആരോപണങ്ങൾക്കൊന്നും യാതൊരു വസ്തുതയുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകൾ എതിർക്കപ്പെടണം എന്ന് പറയുന്നത്. അല്ലാതെ മതത്തെ വിമർശിക്കാനോ ഖുറാനെ വിമർശിക്കാനോ ഹദീസിനെ വിമർശിക്കാനോ ഒക്കെ ഒരു ജനാധിപത്യ രാജ്യം എന്ന രീതിയിൽ ഭരണഘടന അനുമതി നൽകുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ആരിഫ് ഹുസൈൻ മാത്രമല്ല, ജാമിദ ടീച്ചറും ഒക്കെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതവരുടെ വയറ്റിപ്പിഴപ്പിന് വേണ്ടിയാണ്. പക്ഷേ ആ വയറ്റിപ്പിഴപ്പ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന അന്തഃഛിദ്രതകൾ വളരെ വലുതാണ്. അത് നമ്മുടെ സമൂഹത്തെ ഇന്നല്ലെങ്കിൽ നാളെ വലിയ രീതിയിൽ ബാധിക്കും എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. ഒരു രാജ്യത്ത്, ഒരു സംസ്ഥാനത്ത്
ഇത്തരം പ്രശ്നങ്ങളൊക്കെ തുടർന്നാൽ പിന്നെ അത് അവസാനിപ്പിക്കുവാൻ വലിയ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ പരസ്പരം സഹകരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമായിരിക്കും നല്ലത് എന്നൊരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇത്തരം യൂട്യൂബർമാരെയും മറ്റും എതിർക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആവശ്യം. നേരത്തെ ജാമിദ ടീച്ചറെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജാമിദ ടീച്ചർ എന്ന് തന്നെ അവരെ വിളിക്കാമോ എന്നറിയില്ല, കാരണം അത്രത്തോളം വൃത്തികെട്ട വീഡിയോ ആണ് അവർ ചെയ്യുന്നത്. പക്ഷേ അവരുടെ ഒരു വീഡിയോയെ പറ്റി നമ്മൾ നേരത്തെ തന്നെ ചില വീഡിയോകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മഹാകുംഭമേള നടക്കുന്ന സമയത്ത് അതിലെ ചില ടെൻറ്റുകൾക്ക്, ഈ കൂടാരങ്ങൾക്ക്, സന്യാസിമാരൊക്കെ വന്ന് താമസിക്കുന്ന കൂടാരങ്ങൾക്ക് തീപിടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആ തീപിടുത്തം ഉണ്ടായത് ഏതെങ്കിലും സംഘടനകളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെ ഒന്നും ഒരു പ്രവർത്തനം കൊണ്ടല്ല, മറിച്ച് സ്വാഭാവികമായിട്ടും അവിടെ സൂക്ഷിച്ചിരുന്ന ഗ്യാസിൽ നിന്നോ മറ്റോ തീ പിടിച്ചു, കുറച്ച് ടെൻറ്റുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. അന്ന് ജാമിദ ടീച്ചർ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വിളിച്ചു പറഞ്ഞത് മുസ്ലിം തീവ്രവാദികൾ മഹാകുംഭമേളയ്ക്ക് തീയിട്ടു എന്നാണ്. അത് രാജ്യത്ത് ഒരു കലാപമായി പൊട്ടിപ്പുറപ്പെടാത്തത്, അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഒരു വലിയ രീതിയിൽ കലാപം ഉണ്ടാകാത്തത് സംസ്ഥാനത്തെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ദൈവം കാത്തത് കൊണ്ടാണ്. അതുപോലെയുള്ള യൂട്യൂബർമാരും അതുപോലെയുള്ള ഈ സാമൂഹ്യ വിപത്തുണ്ടാക്കുന്ന, ഈ അന്നം മാത്രം ഉന്നമാക്കി സമൂഹത്തിൽ അന്തചിത്രം ഉണ്ടാക്കുന്ന ജാമിദയും ആരിഫ് ഹുസൈനും ഒക്കെ എതിർക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ നേരത്തെ മറ്റൊരു യൂട്യൂബറുടെ കാര്യം പറഞ്ഞിട്ടായിരുന്നു, അത് മാത്യു സാമുവലാണ്. പക്ഷേ അയാളുടെ വാദഗതികളിലൊക്കെ കുറച്ചു പക്വതയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചു ഗൗരവം വരും എന്നത് പറയുന്ന പോലെ, കുറച്ച് പ്രായമൊക്കെ വരുമ്പോൾ കുറച്ച് മിതത്വം അല്ലെങ്കിൽ ഭാഷയിലൊക്കെ വരും എന്ന് പറയുന്ന പോലെ അയാളുടെ ഭാഷയ്ക്കൊക്കെ ചെറിയ ഒരു മാറ്റം വന്നിട്ടുണ്ട്, കുറച്ച് മിതത്വം വന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ പരാമർശിക്കാത്തത്. പക്ഷേ അയാളുടെ ചില വീഡിയോകളും ഇത്തരത്തിലുള്ളതായിരുന്നു. കാരണം അയാളെന്ന് പറഞ്ഞത് ഒരു വീഡിയോ താൻ ചെയ്തതിൻ്റെ പേരിൽ ഏതോ പള്ളി കമ്മിറ്റി ആ വീഡിയോയെ ലൈക്ക് ചെയ്ത ഒരു മുസ്ലിമിനെ വിലക്കി എന്നാണ്. അതായത് പുള്ളിക്കാരൻ ആ സമുദായത്തിനെതിരെ നിരന്തരം വീഡിയോകൾ ചെയ്യുന്നത് കൊണ്ട് ആ പള്ളി കമ്മിറ്റിക്ക് മാത്യു സാമുവലിനോട് എതിർപ്പുണ്ടായിരുന്നു. മാത്യു സാമുവലിൻ്റെ വീഡിയോയ്ക്ക് ലൈക്കോ ഷെയറോ കൊടുത്ത ഏതോ മുസ്ലിം ആളെ, അതായത് മാത്യു സാമുവലുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന ഏതോ മുസ്ലിം ആളെ ജമാഅത്ത് കമ്മിറ്റി മാത്യു സാമുവലിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്തതിൻ്റെ പേരിൽ വിലക്കി. അയാളുമായിട്ട് സഹകരിക്കരുതെന്ന് പള്ളി കമ്മിറ്റി പറഞ്ഞു, അയാളെ ഊരുവിലക്കി എന്നൊക്കെയാണ് മാത്യു സാമുവൽ പറഞ്ഞത്. പക്ഷേ അയാളും അത് ഏത് പള്ളി കമ്മിറ്റിയാണ്, ഏത് ജമാഅത്താണ്, ഊരുവിലക്കപ്പെട്ട വ്യക്തിയുടെ പേരെന്താണ് എന്നൊന്നും പറയുന്നില്ല. അങ്ങനെ ഒരു മിഥ്യാധാരണ, അങ്ങനെ ആ സമുദായം അങ്ങനെയൊക്കെയാണ് എന്നൊരു ധാരണ ആളുകൾക്കിടയിൽ പടർത്തി ഒരു വിദ്വേഷത്തിൻ്റെ ഒരു നിലനിൽപ്പ് നേടുവാനാണ് മാത്യു സാമുവലും അവിടെ ശ്രമിച്ചിട്ടുള്ളത്. ആ ചാനൽ ചിലപ്പോൾ ക്ലിക്കാവാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം. വിദ്വേഷം പറയുന്ന ചാനലുകൾക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുകയും ലൈക്ക് ചെയ്യുകയും പൈസ കിട്ടുകയൊക്കെ ചെയ്യുന്നത്. നമുക്ക് നേരത്തെ തന്നെ അറിയാം, വിനോദ് നായരൊക്കെ കുറച്ച് സെക്കുലറായിട്ട് വീഡിയോ ചെയ്തിരുന്ന ആളുകളാണ്, ഇപ്പോൾ സംഘപരിവാര പാളയത്തിലാണ്. അതുപോലെ നമ്മുടെ ഫിനോയിൽ രമേശൻ, അയാളൊക്കെ കുറച്ച് സെക്കുലറായിട്ട് വീഡിയോ ചെയ്തിരുന്ന ആളുകളാണ്. ഇപ്പോൾ അവരൊക്കെയും സംഘപരിവാര പാളയത്തിലാണ്. അത്തരം വീഡിയോകൾക്ക് ഒരുപക്ഷെ കൂടുതൽ റീച്ച് കിട്ടുന്നത് കൊണ്ടായിരിക്കാം അവരൊക്കെ അത്തരത്തിൽ വീഡിയോ ചെയ്യുന്നത് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ അത് സമൂഹത്തിലുണ്ടാക്കുന്ന അന്തചിത്രം എത്ര വലുതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു വലിയ ഒരു ഭൂകമ്പമായി നമ്മുടെ സമൂഹത്തിലേക്ക് വന്നു പതിക്കും. നമ്മുടെ മക്കളെങ്കിലും അതിൻ്റെ ദുരിതഫലം അനുഭവിക്കേണ്ടി വരും. ഈ പരസ്പരം സംഘർഷം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ജീവിക്കുക അത്ര സുഖകരമുള്ള കാര്യമല്ല. പല ജാതിയും വർണ്ണവും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്ന ഇന്ത്യ പോലെയുള്ള ഒരു മഹാരാജ്യത്ത് പരസ്പരം സ്നേഹത്തിൻ്റെയും സഹവർത്തത്തിൻ്റെയും ഒരു നിലനിൽപ്പാണ് യാഥാർത്ഥ്യമാകുക. പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും നിലനിൽക്കുവാൻ നമുക്ക് കഴിയട്ടെ. എല്ലാ മതങ്ങളും അതിൻ്റെ എല്ലാ നന്മയോടും കൂടി നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ മേടവാങ്ങുകയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.